ഫ്ലൈറ്റ് തുടർച്ചയായി ക്യാൻസൽ ചെയ്തതോടെ യാത്രക്കാർ കരിപ്പൂർ വിമാനത്താവളത്തിൽ കുടുങ്ങി. 180 യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. ഇന്നലെ രാത്രി 11:50 ദുബായിലേക്ക് പോകേണ്ട സ്പൈസ് ജെറ്റ് വിമാനം ഇതുവരെ പുറപ്പെടുകയും ചെയ്തിട്ടില്ല. വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുകയാണ്. ഷഹീദ്, ഇതിപ്പോൾ എത്ര വിമാനങ്ങളാണ് മുടങ്ങിയത്? ഈ എത്ര ആളുകളാണ് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്? ഇവരെപ്പോൾ തുടങ്ങി കുടുങ്ങിക്കിടക്കുന്നവരാണ്? എങ്ങോട്ട് പോകേണ്ടവരാണ്? ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ആ കരിപ്പൂരിൽ നിന്നും കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്ക് പോകേണ്ട യാത്രക്കാരാണ്. ഇന്നലെ രാത്രി 11:50 സ്പൈസ് ജെറ്റ് വിമാനം യാത്രക്കാരെ 180 യാത്രക്കാരുണ്ടായി. വിമാനത്തിൽ കയറാൻ വേണ്ടി ചെക്ക് ഇൻ ചെയ്ത് വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് 12 മണിയോടുകൂടി വിമാനം ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരം അവർക്ക് ലഭിക്കുന്നത്. പിന്നെ വിമാനത്താവളത്തിൽ കുടുങ്ങി പ്രതിഷേധിച്ച് ബഹളം വെച്ചപ്പോഴാണ് ഇവർക്ക് താമസിക്കാൻ ഒരു ഹോട്ടൽ സൗകര്യം അവിടെ അധികൃതർ ഏർപ്പാടാക്കിയത്. പക്ഷേ ഭക്ഷണം ഉൾപ്പെടെയുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു. പക്ഷേ അത് സഹിച്ച് ഇന്ന് രാവിലെ 10:00 ആ വിമാനം പുറപ്പെടും എന്നൊരു അറിയിപ്പ് ഇന്നലെ രാത്രി അവർക്ക് കിട്ടി. അങ്ങനെയാണ് വിമാനത്താവളത്തിൽ ഇന്ന് വീണ്ടും അവർ ചെക്ക് ഇൻ ചെയ്ത് വിമാനത്താവളത്തിനകത്ത് കയറിയപ്പോഴാണ് ആ വിമാനം, അതായത് സ്പൈസ് ജെറ്റ് വിമാനം ഇന്നും ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരം കൂടി അവർക്ക് ലഭിക്കുന്നത്. ഇതോടുകൂടി വലിയ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ യാത്രക്കാർ. 180 യാത്രക്കാരുണ്ട്. ദുബായിലേക്ക് ജോലി ആവശ്യാർത്ഥം, പഠനാവശ്യാർത്ഥവും മറ്റ് വിസ ഉൾപ്പെടെ ഇന്ന് ക്യാൻസൽ. ഇന്ന് അവിടെ എത്തിയില്ലെങ്കിൽ ജോലി ക്യാൻസൽ ഇല്ലാതായി പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടുന്ന യാത്രക്കാരുണ്ട്. ഇവർ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ ആവശ്യപ്പെടുന്ന അടിയന്തരമായി മറ്റൊരു വിമാന സംവിധാനം. ഇപ്പോൾ യാത്രക്കാരനായ ഷിൻഡോ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഷിൻഡോ, എന്താണിപ്പോൾ അധികൃതർ നിങ്ങളോട് പറയുന്നത്? നിങ്ങൾക്ക് നൽകുന്ന വിശദീകരണം എന്താണ്? ആക്ച്വലി ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യേണ്ട 11:50 ഇന്നലെ നൈറ്റ്. അത് 11 മണിക്ക് വന്നപ്പോഴത്തേക്ക് നമ്മളോട് പറഞ്ഞു 3 മണിക്ക് 11:30 11 മണിയാകുമ്പോഴത്തേക്ക് ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട് പറഞ്ഞു. അത് പറഞ്ഞ് ഇവർ 3 മണി വരെ കൊണ്ടുപോയി. രാത്രി 3 മണിക്ക് ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ പറഞ്ഞു. അപ്പോഴത്തേക്ക് 12 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ബഹളം വെച്ചു തുടങ്ങി. നമുക്ക് ഹോട്ടൽ റൂം എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. ആരും അതിനാദ്യം റെഡി അല്ലായിരുന്നു. ഇവരെ സ്റ്റാഫിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവര് ഒന്നും റെസ്പോൺസ് ചെയ്യുന്നില്ല. ഇന്നലെ മാനേജേഴ്സ് ഒരാളും നമ്മളോട് സംസാരിക്കാൻ പോലും വരുന്നില്ല. അവരെ കോർഡിനേറ്റ് നമ്പർ ചോദിക്കുമ്പോൾ പറയണത് അത് അവരെ പേഴ്സണൽ നമ്പറാണ്. ഒഫീഷ്യൽ നമ്പർ ചോദിക്കുമ്പോൾ പറയാം ഒഫീഷ്യൽ നമ്പർ ഇല്ല, തരാൻ പറ്റൂല. അത്രയ്ക്കും ഒരു കസ്റ്റമറോട് എങ്ങനെ റൂഡായിട്ട് പെരുമാറും അതിന്റെ മാക്സിമം ഇന്നലെ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു സാൻഡ്വിച്ചാണ് തന്നത്. ഞങ്ങളെല്ലാരും ഒരു 6 വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ്. എന്നിട്ട് സാൻഡ്വിച്ച് തന്നിട്ട് ഹോട്ടലിൽ ഫുഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഹോട്ടലിൽ ചെന്നപ്പോൾ ഹോട്ടലിൽ പറയാം അവിടെ ഫുഡ് ഇല്ലാന്ന്. എന്നിട്ട് ഈ സ്ട്രേഞ്ചേഴ്സ് ആയ ആൾക്കാരാണ് എല്ലാവർക്കും റൂം കൊടുത്തിരിക്കുന്നത് സിംഗിൾ ബെഡ് ഷെയർ ചെയ്യുക. അതിനകത്ത് ലേഡീസിനോട് പറയണത് 2 ഫാമിലി ഉണ്ടെങ്കിൽ അവരപ്പുറത്ത് ഏതെങ്കിലും ഒരു റൂം അഡ്ജസ്റ്റ് ചെയ്ത് തരാം, അവിടെ സിംഗിൾ ആയിട്ട് കിടക്കാൻ. അത്രയ്ക്ക് റൂഡായിട്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ മാക്സിമം റൂഡാക്കുക അത്രയും. എന്നിട്ട് ഇന്ന് രാവിലെ 10:30 ഫ്ലൈറ്റ് എടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ബോർഡിങ്ങും കഴിഞ്ഞ് ചെക്കിങ്ങും കഴിഞ്ഞ് ഉള്ളിൽ വന്നപ്പോൾ പറയാണ് പൈലറ്റ് വന്നിട്ട് ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം എടുക്കുള്ളൂ, ടെക്നിക്കൽ പ്രോബ്ലം ഉള്ള ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ പറയാ പൈലറ്റ് വന്നിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ അല്ലാന്ന് പൈലറ്റ് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയി. അപ്പൊ ഇവര് പറയാം ഫ്ലൈറ്റ് ക്യാൻസൽ ആണെന്ന് ആദ്യം പറഞ്ഞു. ഇപ്പൊ ഇവര് പറയണ 1:30 ഫ്ലൈറ്റ് എടുക്കുന്നു. ഈ ടെക്നിക്കൽ പ്രോബ്ലം ഉള്ള ഫ്ലൈറ്റ് എടുക്കുകയാണോ? ഇത് വേറെ ഫ്ലൈറ്റ് ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നില്ല. വേറെ ഏതെങ്കിലും എയർലൈനിൽ ടിക്കറ്റ് എടുത്തു തരാൻ പറഞ്ഞാൽ അതും അറേഞ്ച് ചെയ്ത് തരുന്നില്ല. ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് റീഫണ്ട് തരാം, 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് പൈസ ഉള്ള കാര്യം, നമുക്ക് എങ്ങനെയെങ്കിലും ദുബായിൽ എത്തണം. ഇതിനകത്ത് എമിറേറ്റ്സ് ആയിട്ട് ഇന്ന് തീരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇനി പോയിട്ട് അവിടെ എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. ഫാമിലീസ് ഉണ്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ ഫാമിലിന്റെ കൂടെ വന്നിരിക്കുന്നത്. ഞാൻ അന്ന് എടുത്ത ടിക്കറ്റിന്റെ റേറ്റ് 25,000 രൂപ. ഇനിയിപ്പോ ഞാനിപ്പോ വേറെ ടിക്കറ്റ് എടുക്കാൻ പോകണമെങ്കിൽ 50,000 രൂപയാവും. എനിക്ക് അവിടെ ഒരു ദിവസം ഞാൻ എങ്ങനെയെങ്കിലും ഡിലേ ആയി കഴിഞ്ഞാൽ എന്റെ ആ ദിവസം സാലറി കട്ടാവും. അതായത് നമ്മൾ പൈസ പേ ചെയ്യുന്നതാണ്, നമ്മളൊരു കസ്റ്റമർ ആണ്. അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കൈക്കുഞ്ഞുമായിട്ടൊരു ക്ലാസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊന്ന് ഒരു ലോഞ്ച് കൊടുക്കാൻ അല്ലെങ്കിൽ റൂം കൊടുക്കാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇവര് നമ്മളടുത്ത് പറയണത് അത് എയർപോർട്ട് അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബേബി സിറ്റിംഗ് എന്നുള്ള സൗകര്യം ഉണ്ട്, അവിടെ പോയി ഇരുന്നോളാൻ. ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് എത്ര ബേബി സിറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു പാല് കൊടുക്കാനോ എന്തിനെങ്കിലും ആണെങ്കിൽ ഒരു 10-15 വിട്ടിരിക്കാം. ഈ ഒരു കൈക്കുഞ്ഞിനെ വെച്ച് ഇത്രയും തണുപ്പുള്ള ഈ ലോഞ്ചിന്റെ കൂടെ എങ്ങനെയാ ഒരാൾ നിൽക്കുക? ഇപ്പോഴും നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകുകയോ പറയുന്നില്ല അല്ലേ? ഇപ്പൊ പറഞ്ഞത് റൺവേ 2 മണി വരെ ക്ലോസ് ആണ്. 1:30 ആകുമ്പോ നിങ്ങളെ ഈ ടെക്നിക്കൽ ഇഷ്യൂ ഉള്ള ഫ്ലൈറ്റിൽ കയറ്റാം. അത് അവർ റെഡിയാക്കും. അങ്ങനെ ഒരു ഫ്ലൈറ്റിൽ എങ്ങനെ യാത്ര ചെയ്യും? അത് നിങ്ങൾ തിരിച്ചു ചോദിച്ചില്ലേ?
അത് ചോദിക്കുമ്പോ അവര് പറയാ വേറെ ഓപ്ഷൻ ഇല്ല, അവരേല് വേറെ ഫ്ലൈറ്റ്, ഈ ഒറ്റ ഫ്ലൈറ്റ് വെച്ചിട്ട് ബോംബെ, കാലിക്കറ്റ്, ദുബായ്, പിന്നെ ജാർഖണ്ഡ് ഇത്രയും സ്ഥലത്ത് കറങ്ങണത് ഈ ഒറ്റ ഫ്ലൈറ്റ് ആണ്. അവരേല് വേറെ ഫ്ലൈറ്റ് ഇല്ലാന്നാ പറയണേ. ഇതിപ്പോ ആരോ ഇവിടെയുള്ള മാനേജർ ആണെങ്കിൽ ആള് പറയണത് ഞാൻ അവിടെ സംസാരിക്കുന്നുണ്ട്, ഇവിടെ സംസാരിക്കുന്നുണ്ട്, ഞാൻ ഹയർ അതോറിറ്റി, അത് കേൾക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. അത് അവരുടെ എന്താ പറയാ പ്രോബ്ലം ആണ്. അവരെവിടെ വേണമെങ്കിലും സംസാരിച്ചോട്ടെ, അവരെ മാനേജറോടോ ആരോടോ വീട്ടിൽ വിളിച്ച് വേണമെങ്കിലും സംസാരിച്ചോട്ടെ. അത് കേൾക്കാൻ നമ്മളില്ലല്ലോ. നമുക്ക് വേണ്ട റിസൾട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് ഇപ്പോഴും അവർക്ക് പറയാം ഈ ഫ്ലൈറ്റ് പൊങ്ങത്തില്ല, ക്യാൻസൽ ചെയ്യും, ഇത് നമുക്ക് പറത്താൻ പറ്റത്തില്ല. വൈകുന്നേരം 6 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളുകളാണെന്ന് പറഞ്ഞു. ഇത്ര ഇപ്പൊ സമയം 12 മണി. ഭക്ഷണമൊക്കെ വേറെ എന്തെങ്കിലും ഒരു സാൻഡ്വിച്ചിനപ്പുറത്തേക്ക് ഇന്ന് ഭക്ഷണമൊക്കെ കിട്ടിയോ? ഇല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി, അതും എന്താ പറയാ ഒരു മുട്ടയും 2 ബ്രെഡും, അല്ലാതെ വേറെ സാധനം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഫുഡിന്റെ കാര്യം ചോദിച്ചിട്ടോ അതും പറയുന്നില്ല. ഈ എയർപോർട്ടില് ഒരു ചായക്ക് 350 രൂപ, ഒരു സാൻഡ്വിച്ചിന് 350 രൂപ. ഞങ്ങൾ എങ്ങനെ ഇത് കഴിക്കുക? ഞങ്ങൾക്ക് ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ വല്ല ബിസിനസ് ക്ലാസ്സിലും പൈസ എടുത്ത് ടിക്കറ്റ് എടുത്ത് പോയിക്കൂടെ ഞങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ട്, സങ്കടം മനസ്സിലാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വലിയ പെട്ടെന്ന് തന്നെ പരിഹാരം വേണ്ട കാര്യമാണ്. ഇന്നലെ രാത്രി മുതൽ 11 മണി മുതൽ ഇരിക്കുകയാണ് ഈ എയർപോർട്ടിൽ ഇരിക്കുന്ന മനുഷ്യന്മാരാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തമായ വിശദീകരണം നൽകുന്നില്ല എന്നുള്ളതാണ്. സാങ്കേതിക പ്രശ്നമുള്ള ഫ്ലൈറ്റിൽ തന്നെ ഇനി യാത്രയ്ക്കായി നിങ്ങളെ കയറ്റിവിടാമെന്ന് പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. മുഹമ്മദ് ഷഹീദ് തുടരുന്നുണ്ട്. ഷഹീദ്, നമുക്ക് ഇവരുമായിട്ട് എയർപോർട്ടുമായിട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരുമായിട്ട് ആരെങ്കിലുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ അവർ പറയുന്ന സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് പറയുന്ന ഫ്ലൈറ്റിൽ ഞങ്ങളെ കയറ്റിവിടുമെന്ന് പറയുന്നതിന്റെ ആശങ്ക അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ എയർ കമ്പനികൾ ഇത്തരം നിരുത്തരവാദിത്വപരമായുള്ള ഈ ഇടപെടലുകൾ, ഈ രീതിയിലുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്ന് ഇത് പുതിയ കാര്യമല്ല, അത് തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെ യാത്രക്കാർ അവിടെ കൃത്യസമയത്ത് യാത്ര തുടരാൻ കഴിയാതെ, പ്രത്യേകിച്ച് കരിപ്പൂർ വിമാനത്താവളത്തിൽ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ കണക്ഷൻ ഫ്ലൈറ്റിലൊക്കെ മറ്റ് വിമാനത്താവളത്തിൽ ഇതേപോലെ സമാനമായ രീതിയിൽ കുടുങ്ങിക്കിടക്കുന്ന മണിക്കൂറുകൾ കുടുങ്ങിക്കിടക്കാറുണ്ട്. അത് നമ്മൾ ആ സംഭവങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിച്ചത് എയർ കമ്പനികൾ യാതൊരു ഉത്തരവാദിത്വം യാത്രക്കാരുടെ അവരുടെ മറ്റ് അടിസ്ഥാന സൗകര്യവും അവരുടെ യാത്ര മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, ഇതിലൊന്നും അവർ ആൻസറബിൾ അല്ല. അവർക്ക് അതിലൊന്നും ഒരു ഉത്തരവാദിത്വം അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ നമ്മുടെ വ്യോമയാന മന്ത്രാലയമൊക്കെ ഇനി ഇക്കാര്യത്തിലൊക്കെ ഒരു നിയമമോ ചട്ടമോ അല്ലെങ്കിൽ അങ്ങനെ ചട്ടമുണ്ടെങ്കിൽ അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ യാത്രക്കാരൻ ഷിൻഡോ സൂചിപ്പിച്ചതുപോലെ തന്നെ പണം കൊടുത്ത് അവർ നൽകുന്ന ഒരു ഉപഭോക്താവാണ്. ന്യായമായ രീതിയിലുള്ള അതിനുള്ള ഒരു യാത്രാ സൗകര്യം അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. കടക്കേണ്ടതുണ്ട്. എന്തായാലും കരിപ്പൂരിലാണ് ഈ യാത്രാ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്.